മറ്റു വാർത്തകളിലേക്ക്. സമസ്ത നേതൃത്വത്തിനെതിരായ കേന്ദ്ര മുശാവറ അംഗം ബഹാവുദ്ദീൻ നദ്വിയുടെ വിമർശനങ്ങളെ പരസ്യമായി പിന്തുണച്ച് സാദിഖ് അലി ശിഹാബ് തങ്ങൾ കമ്മ്യൂണിസത്തിനെതിരെ ആഞ്ഞടിച്ച നേതാവാണ് ബഹാവുദ്ദീൻ നദ്വി എന്നും ചിലർക്ക് നദ്വി കൊടുത്തത് ഉചിതമായ മുന്നറിയിപ്പാണെന്നും പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. സമസ്ത നേതൃത്വത്തിനെതിരെ പരോക്ഷ വിമർശനവുമായി ലീഗ് ജനറൽ സെക്രട്ടറി PMA സലാമും രംഗത്തെത്തി. വിജ്ഞാനം ഉണ്ടെന്നും ഇല്ലെന്നും പറയുന്നവരുടെ കയ്യിൽ നേതൃപദവി ലഭിച്ചാലുള്ള അപകടങ്ങൾക്കാണ് ഇപ്പോൾ നാം സാക്ഷ്യം വഹിക്കുന്നതെന്ന് PMA സലാം വിമർശിച്ചു. വിജ്ഞാനം അത് നിറഞ്ഞു കഴിഞ്ഞാൽ, ആ വിജ്ഞാനത്തിൻ്റെ നിറകുടമായി കഴിഞ്ഞാൽ പിന്നെ അവർ ലാളിത്യമുള്ളവരാവും, വിനയമുള്ളവരാവും. ഇത് വിജ്ഞാനം ഉണ്ട് എന്നും ഇല്ല എന്നും പറയുന്ന ആളുകളുടെ കയ്യിൽ നേതൃത്വം കിട്ടിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അപകടങ്ങൾക്കാണ് നമ്മളിപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത്. മുബഷീർ P. അക്ബറാണ് വിവരങ്ങളുമായി ചേരുന്നത് മലപ്പുറത്ത് നിന്ന്. മുബഷീർ, വിജ്ഞാനം ഉള്ളവരും ഇല്ലാത്തവരും എന്ന ആണ് കൃത്യമായി തന്നെ PMA സലാം പറഞ്ഞു വെക്കുന്നത്. ഉണ്ടെന്നും ഇല്ലെന്നും പറയുന്നവരുടെ കയ്യിൽ നേതൃപദവി ലഭിച്ചാലുള്ള അപകടങ്ങൾക്കാണ് നാം ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത്. അതായത് സമസ്തയുടെ പണ്ഡിത സഭയാണ് മുശാവറ. അപ്പോൾ ആ പണ്ഡിത സഭയിലെ അംഗങ്ങളെ ലക്ഷ്യമിട്ട് തന്നെയാണ് PMA സലാം ആ വിമർശനം ആവർത്തിക്കുന്നത്. ബിനിൽ പോത്തൻ ബാബു, നമുക്കറിയാം സമസ്തയുടെ കേന്ദ്ര മുഷാവറാംഗമായ ഡോക്ടർ മുഹമ്മദ് വഹാബുദ്ദീൻ നദ്വി കഴിഞ്ഞ ദിവസം റിപ്പോർട്ടർ ചാനലിനോട് നടത്തിയ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു. സമസ്ത നേതൃത്വത്തെയും അതുപോലെ തന്നെ സുപ്രഭാതം ദിനപത്രത്തെയും അദ്ദേഹം രൂക്ഷമായി വിമർശിച്ചിരുന്നു. പത്രത്തിന് നയംമാറ്റം സംഭവിച്ചിട്ടുണ്ട്. ഈ ഒരു നയംമാറ്റത്തിന് പരോക്ഷമായി ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഉൾപ്പെടെയുള്ള സമസ്ത നേതൃത്വം പിന്തുണ നൽകുന്നു എന്ന അദ്ദേഹത്തിന്റെ അഭിപ്രായം വലിയ രീതിയിൽ ചർച്ചയാകുന്നു. അദ്ദേഹത്തിന് സമസ്ത നേതൃത്വം ഒരു വിശദീകരണം ചോദിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അത്തരമൊരു പശ്ചാത്തലത്തിലായിരുന്നു മുസ്ലിം ലീഗിന്റെ നേതൃത്വം അദ്ദേഹത്തിന് പരസ്യ പിന്തുണയുമായി രംഗത്ത് വന്നിരുന്നത്. ഇന്ന് മുസ്ലിം ലീഗിന്റെ ജില്ലാ നേതാവായിരുന്നു കൊളത്തൂർ T. മുഹമ്മദ് മൗലവിയുടെ പേരിൽ ഒരു പുരസ്കാരം ബഹാവുദ്ദീൻ നദ്വിക്ക് നൽകുന്ന ഒരു പരിപാടി വിപുലമായി സംഘടിപ്പിക്കാൻ ആദ്യഘട്ടത്തിൽ ലീഗ് തീരുമാനിക്കുന്നു. ഇന്ന് വളരെ വിപുലമായി തന്നെ സംഘടിപ്പിക്കപ്പെട്ട ഒരു പരിപാടിയിൽ വെച്ചാണ് നദ്വി നടത്തിയ വിമർശനങ്ങൾക്ക് പരസ്യ പിന്തുണയുമായി മുസ്ലിം ലീഗ് നേതാക്കൾ രംഗത്ത് വന്നിരിക്കുന്നു. മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷനായ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ കമ്മ്യൂണിസത്തിനെതിരെ ബഹാവുദ്ദീൻ നടത്തിയ വിമർശനങ്ങളെ ആ നിലയിൽ തന്നെ പിന്തുണയ്ക്കുന്നുണ്ട്. കമ്മ്യൂണിസത്തിനെതിരെ ആഞ്ഞടിച്ച നേതാവാണ് ഡോക്ടർ ബഹാവുദ്ദീൻ മുഹമ്മദ് നദ്വി. മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് മുസ്ലിം സമുദായത്തിൽ മുൻപുണ്ടായിരുന്ന പണ്ഡിതരൊക്കെ തന്നെ മുസ്ലിം ലീഗിനോട് ചേർന്ന് നിന്ന നേതാക്കളായിരുന്നു. സമീപകാലത്തായി അതിനൊക്കെ തന്നെ മാറ്റം വന്നിട്ടുണ്ടോ എന്ന കാര്യത്തിൽ ഒരു പുനർവിചിന്തനം ആവശ്യമാണെന്ന ഒരു അഭിപ്രായം പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു വെക്കുന്നുണ്ട്. സ്വാഭാവികമായും ബഹാവുദ്ദീൻ നദ്വിക്ക് ഒരു പരസ്യ പിന്തുണ നൽകുന്ന ഒരു പരിപാടിയായി തന്നെ ഈ ഒരു പുരസ്കാര ചടങ്ങ് മാറി എന്നുള്ളതാണ്. അതോടൊപ്പം മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാമും സമസ്ത നേതൃത്വത്തിന് ഒരു പരോക്ഷ വിമർശനം നടത്തി. വിജ്ഞാനം ഉണ്ടെന്നും ഇല്ലെന്നും പറയുന്നവരാണ് ഇപ്പോൾ ചില നേതൃനിരയിൽ നിന്നുകൊണ്ട് ഇപ്പോൾ ചില അപകടങ്ങൾ ഉണ്ടാക്കുന്നത്. ആ ഒരു അപകടങ്ങളൊക്കെ തന്നെ നമ്മൾ സാക്ഷ്യം വഹിക്കുന്നുണ്ടെന്നൊരു അഭിപ്രായവും PMA സലാം പറഞ്ഞു വെക്കുന്നുണ്ട്. സ്വാഭാവികമായും സമസ്തയുടെ മുഷാവറം വരാൻ പോകുന്ന 5-ാം തീയതി ചേരുന്നതിന് മുന്നോടിയായി ബഹാവുദ്ദീൻ നദ്വിക്ക് ഒരു പരസ്യ പിന്തുണ പ്രഖ്യാപിക്കൽ കൂടിയായി ഒരു പരിപാടി മാറി എന്നുള്ളതാണ്. ആ നിലയിൽ അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങളെയും സമസ്ത നേതൃത്വത്തിനായ വിമർശനങ്ങളെയും ഒരേ നിലയിൽ തന്നെ മുസ്ലിം ലീഗും പിന്തുണക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു അഭിപ്രായങ്ങളോട് നമ്മളും മനസ്സിലാക്കേണ്ടത്. എന്തായാലും പറഞ്ഞ ആ ഒരു നിലപാടുകളിലൊക്കെ തന്നെ ഉറച്ചു നിൽക്കുന്നു എന്നുള്ളതാണ് മറുപടി പ്രസംഗത്തിൽ ബഹാവുദ്ദീൻ നദ്വിയും വ്യക്തമാക്കിയിരിക്കുന്നത്. മുഷാവറ യോഗത്തിൽ ഈ നിലയിൽ ഉന്നയിച്ച വിമർശനങ്ങൾക്ക് തന്നെ വീണ്ടും ആവർത്തിക്കും. വിശദീകരണം എന്ത് തന്നെയാണെങ്കിലും കമ്മ്യൂണിസത്തിനെതിരായ തന്റെ നിലപാടുകളൊക്കെ തന്നെ മുഷാവറ യോഗത്തിലും ആവർത്തിക്കുമെന്നുള്ളതാണ് ഡോക്ടർ ബഹാവുദ്ദീൻ മുഹമ്മദ് നദ്വിയും മാധ്യമങ്ങളെ കണ്ട സമയത്ത് പ്രതികരിച്ചിരിക്കുന്നത്. ബിനിൽ പോത്തൻ ബാബു. ഓക്കെ, വ്യക്തമാണ്. മുബഷീർ P. അക്ബറാണ് വിവരങ്ങൾ നൽകിയത്.